ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു റിസപ്ഷൻ മേക്ക് ഓവർ ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. ബ്രൈഡിൻ്റെ സാരി ഒരു പിങ്കിൽ സീക്വൻസ് വർക്കുള്ള സാരിയാണ്. അപ്പോൾ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന മേക്കപ്പും ഐ മേക്കപ്പും ഹെയറുമാണ് നമ്മൾ ചെയ്യുന്നത്. ബ്രൈഡ് എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ആളുടെ കണ്ടീഷൻ, ആളുടെ സ്കിൻ ടോൺ ചേഞ്ച് ചെയ്യരുത്, അതുപോലെ സെയിം എങ്ങനെയാണോ എൻ്റെ ഫേസ് ഉള്ളത് അതുപോലെ തന്നെ ആയിരിക്കണം മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലും, അതായത് ഒരു ഓവർ മേക്കപ്പ് ലുക്ക് അങ്ങനെ തോന്നരുത് എന്നായിരുന്നു ആളുടെ കണ്ടീഷൻ. അപ്പോൾ ഞാൻ മാക്സിമം അങ്ങനെ തന്നെ സെയിം സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് സെയിം ലുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാനാണ് നോക്കിയത്. അപ്പോൾ നമ്മൾ സ്കിൻ പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് മേക്കപ്പിലേക്ക് പോവാം. ആളുടെ അണ്ടർ ഐസിലും അതുപോലെ നെറ്റിയിലും ഒരുപാട് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. അപ്പം നമ്മളത് കൺസീൽ ചെയ്തിട്ട് വേണം മേക്കപ്പ് ചെയ്യാൻ. ഇൻ കേസ് കൺസീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോൾ കുറച്ച് ഓഡായിട്ടിരിക്കും. സോ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അണ്ടർ ഐസ് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും. അതുമല്ല ഫെർദർ സ്റ്റെപ്സ് ചെയ്യുമ്പോൾ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. സാധാരണ ബ്രൈഡ്സിനേക്കാളും കുറച്ചധികം ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ ബ്രൈഡിനെ ഒരുക്കിയത്. കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ടും ചെയറിന് ഹൈറ്റ് കുറവായതുകൊണ്ടും നന്നായിട്ട് കുനിഞ്ഞ് നിൽക്കേണ്ടി വന്നു എനിക്ക് മേക്കപ്പ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ എനിക്ക് നല്ല നടുവേദനയായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമായിരുന്നു നമ്മളെല്ലാവരും വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ബ്രൈഡ് നല്ല ഉറക്കമായിരുന്നു, പക്ഷെ ഞാനധികം ശല്യം ചെയ്യാൻ പോയില്ല. പ്രസൻറ്റിംഗ് ടു യു ട്രൈപോഡ് പിടിച്ചിറങ്ങുന്ന നമ്മുടെ ബ്രൈഡ്. പക്ഷെ എത്ര ഉറക്കമെന്ന് പറഞ്ഞാലും ഓരോ സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് കറക്റ്റായിട്ട് ആൾ അറിയുന്നുണ്ടായിരുന്നു. ആ കറക്റ്റ് സമയത്ത് കണ്ണോ ഒന്ന് നോക്കുന്നുണ്ടായി. ഇന്നൊരു പിങ്ക് സാരിയാണ്. അപ്പോൾ ഒരു പിങ്കും സിൽവറും ചിന്തയുള്ള ഐഷാഡോ നമുക്ക് ട്രൈ ചെയ്യാം. ഇവിടെ ഐഷാഡോൻ്റെ ബേസ് ആയിട്ട് നമ്മളൊരു പിങ്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്തായാലും വീഡിയോ എടുക്കല്ലേ, എന്നാൽ കുറച്ച് ക്യൂട്ട്നെസ്സും കൂടി വാരി വെതറാന്ന് വിചാരിച്ചു. ബേസ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഷിമ്മർ ഇഫക്റ്റിന് വേണ്ടി സെയിം ഷെയ്ഡിൻ്റെ ഷിമ്മർ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഈ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഐഷാഡോ മാത്രം പോരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു തിൻ ലൈനർ കൊടുത്തിട്ട് അത് പയ്യെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുത്തു. അടുത്ത സ്റ്റെപ്പ് ഒബ്വിയസ്ലി മസ്കാര അപ്ലൈ ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ മുകളിലത്തെ ലിഡിൽ കുറച്ച് കട്ടിയായിട്ടും താഴത്തെ ലിഡിൽ കുറച്ച് ലൈറ്റ് ആയിട്ടുമാണ് മസ്കാര ഇട്ട് കൊടുത്തത്. ഐബ്രോസും ഐ മേക്കപ്പും ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് മിനുക്ക് പണി കൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുക. ബ്ലഷ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരാളിതാ എനിക്കും ബ്ലഷ് വേണമെന്ന് പറഞ്ഞ് വന്നിരിപ്പുണ്ട്. അപ്പോൾ ആൾക്കും കൊടുത്തു 2 സൈഡിലും ബ്ലഷ്. ബ്ലഷ് ഇട്ടതിന് ശേഷം ഹൈലൈറ്ററാണ് അപ്ലൈ ചെയ്തത്. അത് കഴിഞ്ഞ് നോസിലും ചീക്കിലും കോണ്ടൂറും കൂടി ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് ലിപ്പ് മേക്കപ്പ് ആണ്. ആദ്യമേ ലിപ്പ് പെൻസിൽ വെച്ചിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക, ഔട്ടർ ലൈൻ വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഷേപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് ഫില്ല് ചെയ്യുക. ഇതൊരു റിസപ്ഷൻ ലുക്ക് ആയതുകൊണ്ട് തന്നെ ഹെയറിൻ്റെ ക്രൗൺ ഏരിയയിൽ കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് ഒരു ക്ലീൻ ബണ്ണ് പോലെയാണ് ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്തത്. ആളുടെ ഹെയറിന് അത്യാവശ്യം തിക്നെസ്സും ലെങ്ത് ഉള്ളതുകൊണ്ട് കുറച്ചധികം സമയം എടുത്തു ഹെയർ ചെയ്യാനായിട്ട്. പക്ഷെ എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചു. ഹെയർ അയൺ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഓർത്തത്, നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്യാൻ മറന്നുപോയി. എന്നാൽ പിന്നെ കൈയോടെ അതങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഹെയർ ഓരോ സെക്ഷനായി എടുത്ത് അത് റോൾ ചെയ്തിട്ടായിരുന്നു ഞാൻ ക്രൗൺ ഏരിയ സെറ്റ് ചെയ്തത്. ക്രൗൺ ഏരിയ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്രണ്ടിൽ 2 സ്ട്രാൻഡ്സ് ഞാൻ ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം ക്രൗൺ ഫുൾ സെറ്റ് ചെയ്തതിന് ശേഷം ആ 2 സ്ട്രാൻഡ്സിനെ കേൾ ചെയ്തിട്ട് അങ്ങനെ തന്നെ കേൾസ് പോലെ ലീവ് ചെയ്യുക ചെയ്തത്.
ബാക്കിയുള്ള ഹെയറിനെ ഫുൾ ഒരു നോട്ട് വെച്ച് ടൈ ചെയ്തു. അതിനുശേഷം താഴേക്കുള്ള ലെങ്സിനെ ബ്രെയ്ഡ് ചെയ്തിട്ട് ആ ബ്രെയ്ഡിനെ റോൾ ചെയ്ത് ഒരു ബൺ പോലെ ആക്കുകയായിരുന്നു ഞാൻ ചെയ്തത്. കാരണം ആളുടെ ഹെയറിന് അത്യാവശ്യം തിക്നെസ്സും ലെങ്ത് ഉള്ളത് കൊണ്ട് വേറെ സ്റ്റൈൽ ട്രൈ ചെയ്തിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഹെയറും മേക്കപ്പും സാരി ഡ്രേപ്പിങ്ങും അത്യാവശ്യം കഴിഞ്ഞു. ഇനി ആക്സസറീസ് ഇടാം. റിസപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹെവി ജ്വല്ലറിയിലേക്ക് പോയില്ല. ഒരു സിമ്പിൾ നെക്ക് പീസും അതിന് മാച്ച് ചെയ്യുന്ന ഇയർ പീസും അതുപോലെ തന്നെ ഒരു ബാംഗിൾ മാത്രമാണ് ബ്രൈഡ് യൂസ് ചെയ്തത്. സാരിയെയും ബാക്കി ജ്വല്ലറിയും കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ ഹെയറിൽ നമ്മളൊരു ആക്സസറി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ ബ്രൈഡിൻ്റെ ലുക്ക്? ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.